ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ സെമിനാരിയുടെ മാനേജർ ബഹുമാനപ്പെട്ട പോൾ റമ്പാച്ചൻ, ബഹുമാനപ്പെട്ട എൽദോ അച്ഛൻ, ബഹുമാനപ്പെട്ട YS ഗീവർഗീസ് അച്ഛൻ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്കേവർക്കും സ്നേഹവന്ദനവും. ബഹുമാനപ്പെട്ട അച്ഛൻ ഓർപ്പിച്ചതുപോലെ എൽദോ നോമ്പിൻ്റെ സ്ലീഹാ നോമ്പിൻ്റെ അനുഭവത്തിലുള്ളതായ ഒരു വലിയ ദിവസത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. സ്ലീഹാ നോമ്പിൻ്റെ ആ ഒരു അനുഭവത്തിലുള്ളതായ ഒരു വലിയ അനുഭവത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. തീർച്ചയായിട്ടും 13 നോമ്പിൻ്റെ അനുഭവം നമുക്ക് അനുഗ്രഹമായി തീരുവാൻ ഈ വെള്ളിയാഴ്ച നമുക്ക് സംഗതിയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമയത്തിൻ്റെ ചുരുക്കം കൊണ്ട് വിഷയത്തിലേക്ക് ഞാൻ കടക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. ഇന്ന് നിങ്ങളും ഒത്തൊരുമിച്ച് ചിന്തിപ്പാൻ തക്കവണ്ണം ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 17 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ്. 10-ാം അധ്യായം 17 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ്. ഇവിടെ ഞാനൊന്ന് വായിക്കാം. അവൻ പുറപ്പെട്ട് യാത്ര ചെയ്യുമ്പോൾ ഒരുവൻ ഓടി വന്ന് അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി, നല്ല ഗുരു, നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് അവനോട് ചോദിച്ചു. അതിന് യേശു തമ്പുരാൻ, എന്നെ നല്ലവനെന്ന് പറയുന്നത് എന്ത്? ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല. കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, ചതിക്കരുത്, നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നീ കൽപ്പനകളെ നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. അവൻ അവനോട്, ഗുരു, ഇതൊക്കെയും ഞാൻ ചെറുപ്പം മുതലേ പ്രമാണിച്ചു പോരുന്നു എന്ന് പറഞ്ഞു. യേശുവമ്പ്രാൻ അവനെ നോക്കി അവനെ സ്നേഹിച്ച്, ഒരു കുറവ് നിനക്കുണ്ട്, നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. അവൻ വളരെ സമ്പത്തുള്ളവനാകൊണ്ട് ഈ വചനത്തിങ്കിൽ വിഷാദിച്ച് ദുഃഖിതനായി പൊയ്ക്കളഞ്ഞു എന്നുള്ളതാണ്. ഇത് നമ്മുടെ സ്ലീബായ്ക്ക് ശേഷമുള്ളതായ 6ാമത്തെ ഞായറാഴ്ചയുള്ളതായ ഏവൻഗേലിയോൻ ഭാഗത്ത് വായിക്കുന്ന ഭാഗമാണിത്. ഈ സുവിശേഷ ഭാഗം മറ്റ് സുവിശേഷങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിലാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. എന്നാൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിലും, വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 18 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിലും ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 3 സുവിശേഷങ്ങളിലും, ഈ 3 സുവിശേഷങ്ങൾ എന്ന് പറയുമ്പോൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം, വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം, വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം, ഇവയെല്ലാം എന്താണ് നാം പൊതുവായിട്ടൊരു പേരിൽ അറിയപ്പെടുന്നു? സമവീക്ഷണ സുവിശേഷം, അതായത് സിനോപ്റ്റിക് ഗോസ്പൽ എന്ന് ഇംഗ്ലീഷിൽ പറയും. സമവീക്ഷണ സുവിശേഷങ്ങളിൽ ഇതേ ആളിനെ തന്നെ ആ ഒരു അനുഭവത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ 3 സുവിശേഷങ്ങളിലും ഒരുപോലെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗമാണ് ഇപ്പോൾ ഞാനും നിങ്ങളും വായിച്ചു കേട്ടത്. ഓർക്കുക, ഇതൊരു ആത്മീകമായിരിക്കുന്ന ജീവിതമാണ് നമ്മുടെ, എൻ്റെയും നിങ്ങളുടെയും എല്ലാം. ഈ ഒരു ജീവിതം ഇല്ലെങ്കിൽ നമുക്ക് ഈ ലോക ജീവിതത്തിൽ ജീവിതമേ ഇല്ല. നമ്മളൊക്കെ നിലനിൽക്കുന്നത് ഒക്കെയും ആത്മീയ ജീവിതത്തിന്റെ അനുഭവത്തിലാണ്. അതുകൊണ്ടാണ് ഞാനും നിങ്ങളൊക്കെ ഈ ദേവാലയത്തിന്റെ അനുഭവത്തിലേക്ക് നാം കടന്നു വന്നതും നമ്മുടെ ദേവാലയത്തിന്റെ അനുഭവത്തിലേക്ക് നാം ആയിത്തീർന്നതും അതോടൊപ്പം തന്നെ നമ്മുടെ കാലത്തും വൈകിട്ടുമുള്ളതായ പ്രാർത്ഥനയിലൂടെ നാം ശക്തിപ്പെടുന്നതും അതുകൊണ്ടാണ്. ഇവിടെ ഈ ഒരു മനുഷ്യൻ, ഇദ്ദേഹം ഒരു ചെറുപ്പക്കാരനാണ്, ഇദ്ദേഹം ഒരു ധനാഢ്യനാണ്, അതോടൊപ്പം തന്നെ അവിടുത്തെ ഒരു പ്രമുഖൻ കൂടിയാണ്. ഈ പ്രമുഖനായിരിക്കുന്ന മനുഷ്യൻ കർത്താവിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്ന് സംസാരിക്കുന്ന ചില സംസാരങ്ങളാണ് ഞാനും നിങ്ങളും ഇവിടെ ശ്രദ്ധിച്ചത് എന്ന് ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. നമ്മുടെ ഒരു മനുഷ്യൻ്റെ ആത്മീയ ജീവിതം എന്താണെന്നുള്ളതിനെ കുറിച്ചുള്ളതായ
ഒരു വലിയ വിവരണമാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഈ വിവരണം എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇദ്ദേഹം ഒരു ചെറുപ്പക്കാരനാണ്, ഇദ്ദേഹം ഒരു ധനികനാണ്, ഒന്നിനും ഒരു കുറവും ഒന്നിനെ സംബന്ധിച്ചുമില്ല. പക്ഷേ ജീവിതത്തിൽ എന്തോ ഒരു കുറവ് ഇദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളതാണ്. ഓർക്കുക, എന്തോ ഒരു കുറവുണ്ട്. അതുകൊണ്ടാണ് കർത്താവിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്ന് ഓടി വന്ന് മുട്ടുകുത്തിക്കൊണ്ട് നല്ലവനായ ഗുരു എന്ന് ഇവിടെ സംബോധന ചെയ്തത്. നമുക്കറിയാം, ഈ ഗുരുക്കന്മാരുടെ അടുക്കൽ ഭാരത സംസ്കാരം അനുസരിച്ച് തട്ടഴിച്ചിടുന്നതായ ഒരു സംസ്കാരം നമ്മുടെ കേരളത്തിലുണ്ട്. എന്നാൽ യഹൂദന്മാരെ സംബന്ധിച്ച് പറയുമ്പോൾ ഗുരുക്കന്മാരെ കാണുമ്പോൾ മുട്ടുകുത്തി നിന്നുകൊണ്ടാണ് അവരോട് സംസാരിക്കേണ്ടത്. നമ്മുടെ തിരുമേനിമാരുടെ അടുത്ത് നമ്മൾ കൈമുത്തിയാണ് നാം തിരുമേനിയോട് സംസാരിക്കേണ്ടത്. കൈമുത്തിയാണ് സംസാരം കഴിഞ്ഞ് നമ്മൾ ബഹുമാനപൂർവ്വം ഇറങ്ങിപ്പോകുന്നതും. ഇവിടെ വലിയ ഗുരുവായിരിക്കുന്ന യേശുദമ്പുരാന്റെ അടുക്കിലേക്ക് കടന്നു വന്നിട്ട് യഹൂദന്മാരുടെ ആചാരപ്രകാരം ഇദ്ദേഹം അവിടെ മുട്ടുകുത്തുകയാണ്. മുട്ടുകുത്തിയിട്ട് ആ നല്ല നിലയിൽ നിന്നുകൊണ്ട് സംസാരിക്കുകയാണ്, നല്ല ഗുരു. അപ്പോൾ കർത്താവ് അവിടെ ചോദിക്കുന്നുണ്ട്, എന്താണ് നല്ലവൻ എന്ന് വിളിക്കുന്ന ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ഇല്ലല്ലോ എന്ന് പറഞ്ഞുണ്ട്. അപ്പോൾ ഈ എന്തായിരുന്നാലും ശരി, നല്ല ഒരു സംസാരമാണ്, നല്ല ഒരു ടോക്കാണ് ഇവിടെ ഉള്ളത്. ഇതിനും ഒരു വലിയ പോസിറ്റീവ് എനർജി നൽകുന്ന ഒരു ടോക്കാണ്. നമ്മുടെ മുന്നിൽ നിൽക്കുന്ന വ്യക്തികളുടെ മുമ്പാകെ നാം നല്ല നിലയിൽ സംസാരിക്കുകയാണെങ്കിൽ, പോസിറ്റീവായിട്ട് സംസാരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യും. ഈ മനുഷ്യനും ഇതേപോലെ തന്നെ കർത്താവിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നിട്ട് പറയുകയാണ്, നല്ല ഗുരു മുട്ടുകുത്തിക്കൊണ്ട് മര്യാദയുണ്ട് എന്നുള്ളതാണ്. എല്ലാത്തിനും ഒരു മര്യാദയോടുകൂടി സംസാരിച്ചുകൊണ്ട് കർത്താവിനോട് ചോദിക്കുകയാണ്, ഗുരുവിനോട് ചോദിക്കുകയാണ്, എനിക്ക് മറ്റൊന്നും വേണ്ട, ഈ ലോകത്തിൽ മറ്റൊരു കാര്യവും വേണ്ട, എല്ലാം എൻ്റെ ജീവിതത്തിൽ ഉണ്ട്. പക്ഷേ എനിക്ക് വേണ്ടത് എന്തു മാത്രമാണ്? നിത്യജീവനാണ്, എന്നും ജീവിക്കുവാൻ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ലോകത്തിലുള്ള നമ്മുടെ ജീവിതം ഇവിടെ മാത്രമല്ല, മറ്റൊരു ലോകത്തുമുണ്ട്. ആ ലോകത്ത് നിലനിൽക്കുവാൻ തക്കവണ്ണം നമ്മൾ ഈ ലോക ജീവിതത്തിൻ്റെതായ ആത്മീയ കാര്യങ്ങളും ഭൗതിക കാര്യങ്ങളും ഭംഗിയായിട്ട് നിർവഹിക്കേണ്ടതുണ്ട് എന്നുള്ളതായ ഒരു സന്ദേശം ഇതിലൂടെ നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കൊണ്ട് സാധിക്കുന്നത്, ഈ മനുഷ്യന് വേണ്ടത് നിത്യജീവൻ തന്നെയാണ്. എനിക്ക് ധനം വേണ്ട, മാനം വേണ്ട, മറ്റു തരത്തിലുള്ളതായ സ്വത്തോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ളതായ പ്രശംസയോ ഒന്നും വേണ്ട. പക്ഷേ എനിക്ക് വേണ്ടത് എന്തുമാത്രമാണ്? എനിക്ക് നിത്യജീവൻ മാത്രമാകുന്നു. ആ നിത്യജീവനെ കാംക്ഷിക്കുവാനാണ് ഗുരു. നിന്റെ കയ്യിൽ അത് ഉണ്ട് എന്നുള്ളതും എനിക്കറിയാം. നിന്റെ സന്നിധിയിൽ നിന്നെ അനുധാവനം ചെയ്താൽ അത് ലഭിക്കുമെന്നും എന്നുള്ളതും എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ നിന്റെ അടുക്കിലേക്ക് കടന്നു വന്നത്. അതിനു മുമ്പ് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിത്യജീവൻ അവകാശമാക്കണം എന്നുള്ളത് സംബന്ധിച്ച് പറയുന്നുണ്ട്. അത് ഈ ലോകത്തിലെ ജീവൻ നശിച്ചു പോകുന്ന ഒന്നാണ്. എന്നാൽ നശിച്ചു പോകാത്ത ജീവൻ എൻ്റെ കയ്യിലുണ്ട് എന്ന് കർത്താവ് തമ്പുരാൻ പലപ്പോഴും അവിടെ അനൗൺസ് ചെയ്തിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ളതായ ഒരു പശ്ചാത്തലത്തിലായിരിക്കാം ഇദ്ദേഹം കടന്നു വന്നിട്ട്, ഗുരു എനിക്ക് വേണ്ടത് മറ്റൊന്നും വേണ്ട, എനിക്ക് നിത്യജീവൻ മാത്രം മതി എന്ന് ഇവിടെ പറയുന്നത്. ഏതായിരുന്നാലും ശരി, ഇവിടെ ഓടി വന്ന് മുട്ടുകുത്തി നല്ല സംസാരത്തോടു കൂടി അവിടുന്ന് പറയുകയാണ്, ഈ ഒരു അനുഭവമാണ്. അപ്പോൾ പറഞ്ഞപ്പോൾ കർത്താവ് എന്താണ് പറയുന്നത്? അവിടെ കർത്താവ് പറയുകയാണ്, ശരിയാണ്, നീ പറഞ്ഞത് ഞാൻ സമ്മതിക്കുന്നുണ്ട്. അതെ, അതുകൊണ്ട് നീ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ച് പറയുന്നുണ്ട്. നീ അവിടുന്ന് 10 കൽപ്പനകളിൽ 6 എണ്ണം പ്രമാണിക്കണം. ഓർക്കണം, 10 കൽപ്പനകളിൽ 6 എണ്ണം പ്രമാണിക്കണം. ഇവിടെ ഇൻഡയറക്റ്റ് ആയിട്ടാണ് ഞാൻ ഇവിടെ പറയുന്നത്. അപ്പോൾ 10 കൽപ്പനകളിൽ 6 എണ്ണമാണ് എല്ലാ യഹൂദന്മാരും 4 എണ്ണം അവിടുന്ന് പ്രമാണിക്കുന്ന ഒരു പതിവുണ്ട്. യഹൂദ സംസ്കാരത്തിൽ ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുതെന്ന് പറയുന്ന 4 എണ്ണമുണ്ട്. പക്ഷേ മനുഷ്യ ജീവിതത്തിൽ ഇന്നും പാലിക്കാത്ത ചില കാര്യങ്ങൾ ഇന്നുണ്ട്. അവയാണ് ഇവിടെ പറയുന്നുണ്ട്. എന്താണ്? കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, ചതിക്കരുത്,
നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നീ കൽപ്പനകൾ നീ അറിയുന്നുവല്ലോ. അപ്പോൾ ഓർക്കണം, ഇത് എത്ര എണ്ണം ഉണ്ട്? കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത് എന്നിങ്ങനെ 6 എണ്ണമാണ്. ബാക്കി 4 എണ്ണം, മുൻപിലത്തെ 4 എണ്ണവും എന്താണ്? എല്ലാ യഹൂദന്മാരും കുറേയേറെ 99% പാലിക്കുന്നവരാണ്. എന്നാൽ ബാക്കി വരുന്ന 6 എണ്ണം പലപ്പോഴും പാലിക്കാത്തത് കൊണ്ട് കർത്താവ് അവനെ നോക്കിയിട്ട് പറഞ്ഞു, എന്താണെന്നറിയാമോ, നീ ഇത്രയും കാര്യങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട്, അപ്പോൾ നിനക്ക് നിത്യജീവൻ അവിടുന്ന് ലഭിക്കുമെന്നുള്ളതാണ്. പക്ഷേ അവൻ എന്നിട്ടും വളരെ ബുദ്ധിപൂർവമായിട്ട് അവൻ പറയുകയാണ്, ഇതാ ഞാനോ? നീ ഇത്രയും പറഞ്ഞല്ലോ, 6 എണ്ണം പാലിക്കണമെന്നല്ലേ നീ പറഞ്ഞത്? അതെ, ഇതെന്റെ ചെറുപ്പം മുതൽ തന്നെ ഞാനിത് പാലിച്ചു വരുന്നത് എന്നാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഹി വാസ് ബോട്ട് അപ്പ് ഇൻ എ സ്പിരിച്വൽ ഫാമിലി. ഹി വാസ് ബോട്ട് അപ്പ് ഇൻ എ സ്പിരിച്വൽ ഫാമിലി. ഇത് നമ്മുടെ ജീവിതത്തെ ഒരുപാട് ചിന്തിപ്പിക്കുന്ന ഒന്നാണ്, നമ്മുടെ ജീവിതത്തെ ഭംഗിയായിട്ട് ചിന്തിപ്പിക്കുന്ന ഒന്നാണ്. ആത്മീയ ജീവിതം തുടങ്ങേണ്ടത് എവിടെ വെച്ചാണെന്ന് ചോദിച്ചാൽ പലപ്പോഴും പറയും, മനസ്സിലാക്കേണ്ടത് ഫ്രം വൂം, ഗർഭപാത്രം മുതൽ തന്നെ അവിടെ തുടങ്ങേണ്ടതാണ്. അത് വളരെ ശക്തമായിരിക്കുന്ന ഒരു സന്ദേശമാണ് ഇവിടെ നൽകുന്നത്. പലപ്പോഴും നമ്മുടെ ആത്മീക ജീവിതം അവിടെ വെച്ചാണ് തുടങ്ങേണ്ടത്. അതുകൊണ്ടാണ് പിറന്നു വീണാൽ ഉടനെ മറ്റൊരു ജനനം ഉണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് മാമോദിസ കുഞ്ഞുങ്ങൾക്ക് നൽകുന്നത്. ആത്മീക ജീവിതം ഉദരത്തിൽ വെച്ച് തന്നെ അവിടുന്ന് ആത്മീക ജീവിതം തുടങ്ങേണ്ടതാണ്. അത് നമ്മളാണ് അതിന് നേതൃത്വം കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് പലപ്പോഴും എന്താണ്, 7-ാം മാസത്തിൽ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ ഗർഭിണിയായിരിക്കുന്ന ആ സ്ത്രീയെ അവിടുന്ന് തൻ്റെതായ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോകുമ്പോൾ എന്ത് കൊടുക്കും? വേദപുസ്തകം കൊടുക്കും. ഞങ്ങളുടെ നാട്ടിലേക്ക് ഉണ്ട്, നിങ്ങളുടെ നാട്ടിലും അതുണ്ട്, നമ്മുടെ സംസ്കാരത്തിലും അതുണ്ട്. വേദപുസ്തകം കൊടുക്കും. ഈ വേദപുസ്തകം തലക്കിടക്കിടന്ന് വെച്ച് ഉറങ്ങുവാനുള്ളതല്ല, പേടി വരാതിരിക്കുമെന്നൊക്കെ വേണം തലക്കിട വെക്കുവാനും ഉള്ളതല്ല. മറിച്ച് എന്താണ്, ഗർഭകാലത്ത് ഇന്ന് ഈ അമ്മ സങ്കീർത്തനങ്ങൾ മുഴുവനും വായിച്ചു തീർക്കണം. അത് ഭംഗിയായിട്ട് കാണാതെ പഠിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ കാണാതെ പഠിക്കണം. അങ്ങനെ കാണാതെ പഠിക്കുകയാണെങ്കിൽ, അങ്ങനെ അത് മുഴുവനും വായിക്കുകയാണെങ്കിൽ ഈ കുഞ്ഞിനെന്താ അവസ്ഥ? തീർച്ചയായിട്ടും ഞാനും നിങ്ങളും പറയാറുണ്ട്, എന്താണ്, തള്ള കഴിക്കുന്നതിൻ്റെ 3/4 ഭാഗവും കഴിക്കുന്നത് ആരാണ്? കുഞ്ഞുങ്ങളാണ്. തള്ള കഴിക്കുന്നതിൻ്റെ 3/4 ഭാഗവും കഴിക്കുന്നത് കുഞ്ഞുങ്ങളാണ്. അതിൻ്റെ 1/4 ഭാഗം മാത്രമേ തള്ളയ്ക്ക് ലഭിക്കുകയുള്ളൂ. തള്ള കേൾക്കുന്നതിൻ്റെ 3/4 ഭാഗവും കേൾക്കുന്നത് ആരാണ്? കുഞ്ഞുങ്ങളാണ്. അതുകൊണ്ടാണ് ഗർഭിണികളെ വിഷമിപ്പിക്കരുത് എന്ന് അവിടെ ഓർപ്പിക്കുന്നത്. അങ്ങനെ വിഷമിപ്പിച്ചാൽ ആ കുഞ്ഞ് ഭയപ്പെട്ട് കുഞ്ഞിൻ്റെതായ മാനസിക നില വല്ലാതെയായി തീരും. ഇവിടെ ഇരിക്കുന്ന അമ്മമാരെ, സഹോദരങ്ങളെ, ഇവിടെ നമുക്ക് ഓർപ്പിക്കുന്നതൊക്കെയുള്ളത്, ഒരു മനുഷ്യന്റെ ആത്മീയ ജീവിതം തുടങ്ങുന്നത് ഗർഭപാത്രം മുതൽ തന്നെയാണ് എന്ന് ഈ സമയത്ത് ഞാൻ ഓർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് വളരെയേറെ ഗർഭിണികളെ വിഷമിപ്പിക്കരുത്. അത് പ്രധാനമായിരിക്കുന്ന കാര്യമാണ്. അവരെ സന്തോഷിപ്പിക്കണം, അവരെ അവിടുന്ന് ആനന്ദിപ്പിക്കണം, അവർക്ക് വേണ്ടതായ സന്തോഷം അവർക്ക് നൽകണം. എങ്കിൽ മാത്രമേ നല്ല ഒരു ഐസക് ന്യൂട്ടനെയോ അല്ലെങ്കിൽ APJയോ അല്ലെങ്കിൽ ആ നിരത്തിലുള്ളതായ വലിയൊരു ആത്മീയ പിതാക്കന്മാരെയോ നമുക്ക്, അല്ലെങ്കിൽ ആ ഒരു നിലയിലുള്ളതായ ആളുകളെ നമുക്ക് ലഭിക്കുകയുള്ളൂ, നല്ല പൗരന്മാരെ ലഭിക്കുകയുള്ളൂ. അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വളരെ നിർണായകമായിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് മനുഷ്യജീവിതം തുടങ്ങേണ്ടത് ജനിച്ചു കഴിഞ്ഞതിന് ശേഷമല്ല, മറിച്ച് അവൻ ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ തന്നെ അവന്റെ ജീവിതം, ആത്മീക ജീവിതം തുടങ്ങുന്നു. അതിന് വേണ്ടതായ തുടക്കമിട്ട് കൊടുക്കേണ്ടത് ഞാനും നിങ്ങളുമാണ് എന്ന് ഈ വാക്യത്തിലൂടെ ഞാൻ ഓർപ്പിച്ചു കൊള്ളട്ടെ. വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ആ കുഞ്ഞ് എല്ലാം പഠിച്ചു കഴിഞ്ഞ് അതുകൊണ്ടാണ് വേദപുസ്തകം കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് ഗർഭിണികളുടെ നേരെ തിരിഞ്ഞ് ഒന്നും അരുതാത്തത് പറയരുത്, വലിയ ഒച്ച ഉള്ളിടത്ത് പോകരുത്. ഇതൊക്കെ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാലഘട്ടത്തിലാണ് അന്നും ഇന്നും. പക്ഷെ അതാണ് നമ്മൾ ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ചെറുപ്പക്കാരനായിരിക്കുന്ന മനുഷ്യൻ വന്ന് പറയുകയാണ്, ഞാനിത് ചെറുപ്പം മുതലേ ശീലിച്ചു വരുന്നു. നമുക്ക് എന്തുമാത്രം അങ്ങനെ പറയുവാൻ കൊണ്ട് സാധിക്കും? ഇവിടെ ഇരിക്കുന്ന ഏറെ പേർക്ക് പറയാൻ സാധിക്കുമായിരിക്കാം,
ഞാൻ ചെറുപ്പം മുതലേ ഭംഗിയായ നിലയിൽ ദൈവികമായ ജ്ഞാനത്തോടുകൂടി അറിഞ്ഞു വരുന്നു. അതുകൊണ്ടാണ് അച്ഛാ ഞാൻ വെള്ളിയാഴ്ച പ്രാർത്ഥനയുടെ അനുഭവത്തിലും ദേവാലയത്തിൻ്റെ ആരാധനയുടെ അനുഭവത്തിലും നിലകൊള്ളുവാൻ തക്കവണ്ണം ഒരുങ്ങുന്നത്. എൻ്റെ മാതാപിതാക്കൾ എന്നെ പരിശീലിപ്പിച്ചത് കൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങളെ പരിശീലിപ്പിച്ചത് കൊണ്ടാണ് നാം ഈ ദേവാലയത്തിലായിരിക്കുന്നത് എന്നുള്ളതാകുന്നു. ഈ ആത്മീയ ജീവിതത്തിൻ്റെ അനുഭവത്തിലേക്കായി തീർന്നുള്ളതാണ്. നമ്മളെ കൈപിടിച്ചവർ നടത്തി എന്നുള്ളതാണ് പ്രധാനമായിരിക്കുന്ന കാര്യം. അതുകൊണ്ടൊരു മനുഷ്യൻ്റെ ഒരു അനുഭവം ജീവിതം തുടങ്ങേണ്ടത് ജനിച്ചു കഴിഞ്ഞതിന് ശേഷമല്ല, മറിച്ച് അവൻ ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോൾ തന്നെയാണ്. ഫ്രം ഊം ടു ടോംബ് ആണ് മനുഷ്യജീവിതം. ഫ്രം ഊം ടു ടോംബ് എന്നാണ്. ഗർഭപാത്രം മുതൽ ശവക്കളറ വരെയാണ് മനുഷ്യന്റെ ഈ ലോക ജീവിതത്തിലെ ജീവിതം. ഇത് കഴിഞ്ഞിട്ടൊരു ജീവിതമുണ്ട്, തീർച്ചയായിട്ടുമുണ്ട്. അത് തന്നെയാണ്, അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ഉപവാസവും നമ്മുടെ ഈ നോമ്പ് നോക്കലും എന്നുള്ളത് ഈ സമയത്ത് ഓർപ്പിച്ചു കൊള്ളട്ടെ. അപ്പോൾ ഇവിടെ ഈ മനുഷ്യൻ വന്ന് പറഞ്ഞപ്പോൾ കർത്താവ് അവനോട് പറയുന്നുണ്ട്, നീ കൽപ്പനകളിൽ 10 കൽപ്പനകളിൽ 6 എണ്ണം അനുസരിക്കണം. അപ്പോൾ അവൻ പറഞ്ഞ ഉത്തരം എന്താണ്? ഞാനിത് ചെറുപ്പം മുതൽ തന്നെ ശീലിച്ചു പോരുന്നുള്ളതാണ്, തന്റെ മാതാപിതാക്കൾ അഭ്യസിപ്പിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ എന്നിട്ട് ഈ ആളിനെ വീണ്ടും കർത്താവ് ഒന്ന് എല്ലാം ശരി, ഞാൻ പറഞ്ഞതൊക്കെ അവൻ അനുസരിച്ചല്ലോ, അല്ലെങ്കിൽ ഈ 10 കൽപ്പന അനുസരിക്കുന്ന വ്യക്തിയാണല്ലോ. എങ്കിലും കർത്താവ് ഉള്ളമറിഞ്ഞിട്ട് അവനോട് പറയുകയുണ്ടായി, അവനെ ഒന്ന് നോക്കി, അവനെ ഒന്ന് സ്നേഹിച്ചുകൊണ്ട് കരുതിക്കൊണ്ട് അവനോട് പറഞ്ഞു, നിനക്കുള്ളതെല്ലാം വിറ്റ് നീ ദരിദ്രർക്ക് കൊടുക്കുക. ഓർക്കുക, വിഷമം നിറഞ്ഞ സംഗതിയാണ് ഈ പറയണത്, ഭാരം നിറഞ്ഞ സംഗതിയാണ് പറയേണ്ടത്. ഇവിടെ വളരെ ഭംഗിയായ നിലയിലാണ് കർത്താവ് അവിടെ അവതരിപ്പിക്കേണ്ടത്. എന്താണ്? അവനെ ഒന്ന് നോക്കി സ്നേഹിച്ചുകൊണ്ടാണ് പറയേണ്ടത്. പലപ്പോഴും നമ്മുടെ കുടുംബജീവിതം, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഇങ്ങനെയുള്ളതായ പ്രതിസന്ധികളും ഭാരങ്ങളും നമ്മൾ വരുമ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ആളെ ഒന്ന് സ്നേഹത്തോടെ പറയാമെങ്കിൽ അധികാരത്തോടെ പറയാനിടയായി തീരരുത്. അധികാരമല്ല, നമുക്ക് ഏത് പദവിയിൽ നിന്നിരുന്നാലും ശരി, നമുക്ക് താഴെയുള്ളവരെ അധികാരത്തോടെ പറയുവാനുള്ളതല്ല, മറിച്ച് അവരെ സ്നേഹത്തോടെ കരുതിക്കൊണ്ട് പറഞ്ഞാൽ ഏതൊരാളും കേൾക്കും. കുടുംബ പ്രശ്നത്തിന്റെ പ്രധാനമായ പ്രശ്നം എന്താ ചോദിച്ചാൽ, ഈ കരുതാറില്ല സ്നേഹിക്കാതെ പറയുകയാണെങ്കിൽ അപ്പനായിരുന്നാലും അമ്മയായിരുന്നാലും അതെ ആ നിലയിൽ നിന്നുകൊണ്ടുള്ളതായ നെഗറ്റീവായിരിക്കുന്ന അനുഭവം ഉണ്ടാകും. മറിച്ച് മക്കളെയും അല്ലെങ്കിൽ മാതാപിതാക്കൾ തിരിച്ച് മക്കൾ കരുതിയും തെറ്റായിട്ട് പറഞ്ഞു നോക്കൂ, അവർ അനുസരിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് ഒരുങ്ങുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇവിടെ ഈ ചെറുപ്പക്കാരന് വേണമെങ്കിൽ അവിടുന്ന് വളരെ വിഷമത്തോടെ പോകാമായിരുന്നു. പക്ഷെ കർത്താവ് വിഷമത്തോടെ പോകാതിരിക്കുവാൻ തക്കവണ്ണം അവനെ ഒന്ന് സ്നേഹിച്ചു നോക്കുക. വായിച്ചു നോക്കുക, വേദപുസ്തകം വായിച്ച് അതിൽ തന്നെ പറയുന്നുണ്ട്, അവനെ ഒന്ന് സ്നേഹിച്ചുകൊണ്ട് അവനെ ഒന്ന് നോക്കി കർത്താവ് പറഞ്ഞു, എന്താണ് അവൻ്റെ ഏറ്റവും വലിയ പ്രശ്നമാണ്, നിനക്കുള്ളതെല്ലാം വിറ്റ് നീ ദരിദ്രർക്ക് കൊടുക്കുക. ഇത് പറഞ്ഞതിന് ശേഷം അവൻ പിൻവാങ്ങിപ്പോയി എന്നുള്ളത് ഇവിടെ നമുക്ക് മനസ്സിലാക്കുന്നുള്ളതാണ്. ഈ ഒരു സംഭവം നിങ്ങളുടെ മുന്നിലേക്ക് എടുത്തിട്ടപ്പോൾ ഞാനും നിങ്ങളും ആരായിട്ടാണ്, എന്തിനായിട്ടാണ് ഈ ആത്മീയമായ അനുഭവത്തിലേക്ക് നാം കടന്നു വരുന്നത്? ഒന്നോർക്കണം, നമ്മളെല്ലാവരെയും പൂർണ്ണതയിലേക്കാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. നമ്മളെല്ലാം ഒരു പൂർണ്ണതയിലേക്കാണ് നമ്മളെ ക്ഷണിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് 7 കൂദാശകളുടെ അനുഭവത്തിൽ നമ്മെ ആക്കി തീർത്തിരിക്കുന്നത്. ഒന്നാമത്തത് മാമോദീസായുടെയും മൊറോന്റെയും വിശുദ്ധ കുമ്പസാരത്തിന്റെയും വിശുദ്ധ കുർബാനയുടെയും ഈ വിശുദ്ധ വിവാഹത്തിന്റെയും അനുഭവത്തിലേക്ക് നമ്മളെ അവിടുന്ന് വിളിച്ച് വേർതിരിച്ചിരിക്കുകയാണ്. അതിനുശേഷമുള്ളതായ പട്ടത്വവും അതോടൊപ്പം തന്നെ വിവാഹവും പട്ടത്വവും അതോടൊപ്പം തന്നെ തൈലാഭിഷേകം എന്നിങ്ങനെയുള്ളതായ 7 കൂദാശകളുടെ അനുഭവം. അതോ 7 കൂദാശകളുടെ അനുഭവം എന്ന് പറയുമ്പോൾ എന്താണ്? അത് നമ്മെ പൂർണ്ണതയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ചെറുപ്പക്കാരൻ എന്തിനു വേണ്ടിയാണ് വന്നത്? നിത്യജീവന് വേണ്ടിയിട്ടാണ് വന്നത്. നിത്യജീവൻ എന്ന് പറയുമ്പോൾ എന്താണ്? അത് പൂർണ്ണതയിലേക്ക് കൈപിടിച്ച് ഉയർത്തുന്ന ഒരു അനുഭവമാണ്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണതയിലേക്ക് നമ്മളെ കൈപിടിച്ച് ഉയർത്തുന്നത് പരിശുദ്ധ കൂദാശകളാണ്, വിശുദ്ധ കൂദാശകളുടെ അനുഭവമാകുന്നു. പിന്നെ നമ്മുടെ ജീവിതത്തിന്റെ പ്രവർത്തനങ്ങളാകുന്നു. അപ്പൊ നമ്മൾ ഓർക്കണം, നമ്മളെ എന്താണ് പൂർണ്ണതയിലേക്കാണ് നമ്മെ അവിടുന്ന് ദൈവം വിളിച്ചിരിക്കുന്നത്. നമ്മുടെ അറിവുകളൊന്നും നമ്മളെ രക്ഷിക്കാറില്ല. നമുക്ക് പലതരത്തിലുള്ള അറിവുകൾ ഉണ്ടാകാം.
ആ അറിവുകളൊന്നും നമ്മളെ രക്ഷിക്കാറില്ല എന്നുള്ളതാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ ഇവിടെ ഈ പൂർണ്ണതയിലേക്ക് വളരെ ധൈര്യത്തോടെ സ്നേഹത്തോടെ കർത്താവിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്ന ഈ ചെറുപ്പക്കാരൻ വളരെ പ്രയാസത്തോടെ തിരിച്ചു പോകുന്നുണ്ട്. ഒന്നോർക്കണം, കർത്താവിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നവരാരും പ്രയാസപ്പെട്ടു പോയിട്ടില്ല, നിരാശപ്പെട്ടു പോയിട്ടില്ല. ഇന്നും കർത്താവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുന്നവരാരും നിരാശപ്പെടുകയില്ല എന്നുള്ളതായ സത്യം ഇവിടെ നമ്മെ ഓർപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും പരിശുദ്ധ പരമൻ തിരുമേനിയുടെ ആ ഒരു പാദസ്പർശമേറ്റ ആ കബറിൻ്റെ അടുക്കലേക്ക്, ആ കബറടങ്ങിയിരിക്കുന്ന ഈ മണ്ണിലാണ് നാം ഇരിക്കുന്നത്. ഇവിടെ വെച്ച് നമ്മൾ അപേക്ഷിച്ചാൽ അവിടുന്ന് കേൾക്കുന്ന ദൈവമാണ് ആ ഈ അനുഭവത്തിലുള്ളത്. അതുകൊണ്ട് പരിശുദ്ധനായ പരമൻ തിരുമേനി നമുക്ക് വേണ്ടി ദൈവത്തോട് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ഈ സമയത്ത്. ഇന്നിവിടെ ഉണ്ട്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതിൻ്റെ സാരം എന്താണെന്ന് ചോദിക്കുമ്പോൾ, നമ്മളെ പൂർണ്ണതയിലേക്കാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഒരു നിരാശയുടെ അനുഭവത്തിലേക്കല്ല, പ്രത്യാശയുടെ അനുഭവത്തിലേക്കാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. പലപ്പോഴും എന്താണ് നിരാശയുടെ അനുഭവം നമുക്കുണ്ടാകാറുണ്ട്, അല്ലേ? അതിൻ്റെ കാരണം എന്താണ്? ഈ ചെറുപ്പക്കാരൻ്റെ അനുഭവമായിട്ട് നമുക്കൊന്ന് പഠിക്കാം. നമ്മളെ പൂർണ്ണതയിലേക്ക് നമ്മളെ വിളിച്ച നാം എന്താ നിരാശയുടെ അനുഭവത്തിലേക്ക് പോകുന്നുവെങ്കിൽ ചില കാരണങ്ങളുണ്ടാകാം. ഈ ചെറുപ്പക്കാരനായിരിക്കുന്ന മനുഷ്യൻ കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്ന് നിത്യജീവൻ പ്രാപിപ്പാൻ തക്കവണ്ണം അടുത്ത് വന്നു, എങ്കിലും അവൻ നിരാശയുടെ അനുഭവത്തിലേക്ക് പോയി എന്നുള്ളതാണ്. അവൻ്റെ അടുക്കിലേക്ക് വരുന്നവരെ അവൻ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്നുള്ളത് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ കർത്താവിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്ന ഈ ചെറുപ്പക്കാരൻ എന്തുകൊണ്ട് നിരാശയിലേക്ക് പോയി എന്നുള്ളതിനെ സംബന്ധിച്ച് 3 കാര്യങ്ങൾ അക്കമിട്ട് പറയുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. ഒന്ന്, കേൾവിയുണ്ട് പക്ഷേ ശ്രവിക്കുന്നില്ല. കേൾവിയുണ്ട് പക്ഷേ ശ്രവിക്കുന്നില്ല. ഓർക്കണം, ആഴത്തിലേക്കുള്ളതായ ജീവിതത്തിലേക്ക് അവൻ ഊളിയിട്ട് ഇറങ്ങിയില്ല എന്നുള്ളതാണ്. ഉപരിവിപ്ലവമായിരിക്കുന്ന ഒരനുഭവമായിട്ടാണ് കർത്താവിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നത്. ചിലരൊക്കെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുന്നത് എന്താണ്? എൻ്റെ രോഗം മാറണം, എൻ്റെ ഭാരം മാറണം, എൻ്റെ വേദന മാറണം, കഷ്ടത മാറണം എന്നുള്ളതൊക്കെയാണ്. പക്ഷെ അതൊന്നും അല്ല. ദൈവം നിന്റെ തേജസ്, നിന്റെ കൃപ. പരിശുദ്ധനായ പൗലോസ്ലീഹായുടെ ജീവിതത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ ഒത്തിരി വേദനകൾ, ഒത്തിരി ഭാരങ്ങൾ തൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ കർത്താവിൻ്റെ അടുക്കിലേക്ക് മുട്ടുകുത്തി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് എന്താ പറയേണ്ടത്? എൻ്റെ കൃപ നിനക്ക് മതി. 3 വട്ടം പ്രാർത്ഥിച്ചു. മകനെ, എൻ്റെ കൃപ മാത്രം മതി, നിനക്കെല്ലാം ഉണ്ടാകും. ഒരു തരത്തിൽ നിനക്ക് നിരാശ ഉണ്ടാകില്ല. നിനക്ക് രോഗം വന്നാലും ഭാരം വന്നാലും വേദന വന്നാലും കർത്താവ് നിന്നെ താങ്ങിക്കൊള്ളും. അവൻ്റെ കൃപ മാത്രം മതി. ദൈവമേ, നിന്റെ കൃപ എന്നെ നയിക്കണമേ, നിന്റെ കൃപ എന്നെ ഭരിക്കണമേ, നിന്റെ കൃപ എന്നെ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു നോക്കൂ. അതുകൊണ്ടാണ് നമ്മുടെ പിതാക്കന്മാർ പ്രാർത്ഥിക്കുന്നത്. ആ വേദപുസ്തകത്തിലെ പ്രാർത്ഥനയാണ്, യേശുവേ ദാവീദ് പുത്ര മഹാപാപിയ എന്നോട് കരുണയുണ്ടാകണമേ. യേശുവേ ദാവീദ് പുത്ര മഹാപാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് ഇവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഓർക്കുക, ഇവിടെ ചെറുപ്പക്കാരൻ നിരാശനായി പോയതിൻ്റെ ഒരു പ്രധാന കാരണമെന്ന് ചോദിച്ചാൽ അവൻ കേൾവിയുണ്ട് പക്ഷേ ശ്രവിച്ചില്ല എന്നുള്ളതാണ്. അത് പ്രാവർത്തികമാക്കിയില്ല എന്നുള്ളതാണ്. നമുക്കറിയാം ഉപമകൾ. കർത്താവ് ഒരു ഉപമ പറയുന്നുണ്ട്. മുള്ളിനിടയിൽ വീണ വിത്ത് പോലെയായിപ്പോയി അവൻ്റെ ജീവിതത്തിൽ കർത്താവ് പറഞ്ഞ സംഗതി. പിന്നീട് വഴിയരികിൽ വീണ വിത്ത് പോലെയായി കർത്താവ് പറഞ്ഞ സംഗതി. പിന്നീട് പാറസ്ഥലത്ത് വീണ വിത്ത് പോലെയായി കർത്താവ് പറഞ്ഞ സംഗതി എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവന് കേൾവിയുണ്ട് പക്ഷെ അവൻ ശ്രവിച്ചില്ല, കേട്ടില്ല. നമുക്കെല്ലാവർക്കും എപ്പോഴും കേൾവിയുണ്ടല്ലോ, പക്ഷെ നമ്മൾ ആരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായിരിക്കുന്ന കാര്യം, അല്ലേ? പൊതുവേ നമുക്ക് അതുകൊണ്ടാണ് വെളിപാട് പുസ്തകക്കാരൻ പറയുന്നുണ്ട്, 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ കാണുന്നുണ്ട്, ജീവനുള്ളവന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. നാമമാത്രമായിരിക്കുന്ന ക്രിസ്ത്യാനികളായി ഇന്ന് അധപ്പതിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു സാഹിത്യകാരൻ പറയുകയുണ്ടായി, ഇന്നത്തെ ക്രിസ്ത്യാനികൾ ആരാന്ന് ചോദിച്ചാൽ മതക്രിസ്ത്യാനികൾ മാത്രമാണ്. പണ്ട് ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ അവർക്ക് പേര് കിട്ടിയത്
ക്രിസ്തുവിന്റെ അനുഭവം ലോകത്ത് തൻ്റെ വാക്കിനാലും പ്രവൃത്തിയാലും ജീവിതത്തിന്റെ അനുഭവത്തിനാലും സാക്ഷീകരിച്ചത് കൊണ്ടാണ്. ആ സാക്ഷീകരണം കൊണ്ടാണ് ക്രിസ്ത്യാനി എന്ന നാമകരണം അന്ന് ലഭിച്ചത്. ആ സാഹിത്യകാരനെ ഓർപ്പിക്കുകയാണ്, ഇന്ന് നാമമാത്രമായിരിക്കുന്ന മതക്രിസ്ത്യാനികളായിട്ടാണ് ഇന്ന് നാം എല്ലാവരും മാറിയിരിക്കുന്നെന്നുള്ളത് ഒരാക്ഷേപം നമുക്കുണ്ട്. ഇത് നാം മാറണം. അത് മാറണമെങ്കിൽ എന്താണ്? കേട്ടാൽ മാത്രം പോരാ, അത് പ്രാവർത്തികമാക്കുവാൻ കൂടെ നമുക്ക് ഏവരും ഒരുങ്ങണം. അതുകൊണ്ടാണ് ഇവിടെ വെളിപാട് പുസ്തകത്തിൽ നാം കാണുന്നത് ഇങ്ങനെ ഒരു ആക്ഷേപം കേട്ടത്, ജീവനുള്ളവൻ നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. കർത്താവിന് ശിഷ്യന്മാരുടെ പേരുകൾ നമുക്കുണ്ട്, വിശുദ്ധന്മാരുടെ പേരുകൾ നമുക്കുണ്ട്. പക്ഷേ വിശുദ്ധന്മാരുടെ ജീവിതത്തിന്റെ ശൈലിയിലേക്ക് നാം മാറുന്നില്ല എന്നുള്ളതാകുന്നു. അർത്ഥവത്തായിരിക്കുന്ന പേരുകൾ നമുക്കുണ്ട്. അതുകൊണ്ട് നാം വളരെയേറെ സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ഇവിടെ നമ്മെ ഓർപ്പിക്കുന്നുണ്ട്, ദാനിയേൽ പ്രവാചക പുസ്തകം 5-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്, അതെ, ഞാൻ നിന്നെ തൂക്കി നോക്കി നീ കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. ഞാൻ നിന്നെ തൂക്കി നോക്കി നിന്നെ കുറവുള്ളവനായി ഞാൻ കണ്ടിരിക്കുന്നു. ഓർക്കുക, ഇവിടെ എൻ്റെ മനസ്സിലൂടെ ഞാൻ വായിച്ച ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. അരങ്ങേറ്റത്തിന് ഒരുങ്ങുന്നതായ ഒരു കുട്ടി അരങ്ങേറ്റ സമയമായപ്പോൾ അതാ സ്റ്റേജിൽ വന്നു. അരങ്ങേറ്റത്തിൻ്റെതായ അനുഭവമായി. കഥകളിയുടെ അരങ്ങേറ്റമാണ്. അവിടെ കഥകളി അരങ്ങേറ്റ ആ ഒരു അനുഭവത്തിൽ കുട്ടി ആദ്യമായിട്ടാണ് അവിടെ അരങ്ങേറ്റം നടത്തുന്നത്. അപ്പൊ അരങ്ങേറ്റം നടത്തിയപ്പോൾ തന്നെ പഠിപ്പിച്ച ഗുരു അങ്ങേയറ്റമായിട്ടിരിപ്പുണ്ട്. ഒന്നാമത്തേതായ അനുഭവത്തിൽ ആ സ്റ്റേജിൽ വന്ന് കുട്ടി ഭംഗിയായ നിലയിൽ അരങ്ങേറി. ആളുകളുടെ കയ്യടി ഭയങ്കരമായിരുന്നു. എല്ലാവരും സമ്മതിച്ചു, ഇതേപോലെ ആരും ഈ കഥകളി ഭംഗിയായിട്ട് അരങ്ങേറിയിട്ടില്ല എന്നുള്ളത് പറയുകയുണ്ടായി. ഈ കുട്ടി ഭംഗിയായ നിലയിൽ അത് അവതരിപ്പിച്ചു എന്നുള്ളത് അവിടെ പറയുകയുണ്ടായി. എല്ലാവരുടെയും മനസ്സിൽ പതിഞ്ഞു. പക്ഷെ ഈ കുട്ടി കരയുകയാണ്, അവിടെ നിന്നുകൊണ്ട് വിതുമ്പുകയാണ്. എന്താണ്? അപ്പോൾ എല്ലാവരും ചോദിച്ചു, നീ എന്തിനാ ഇത്രയും ഭംഗിയായിട്ട് നീ അവതരിപ്പിച്ചിട്ട് നീ സന്തോഷിക്കേണ്ട ആളല്ലേ, ഞങ്ങളെല്ലാം സന്തോഷിക്കുന്നില്ലേ? അപ്പോൾ ഈ കുട്ടി പറഞ്ഞു, നിങ്ങളെല്ലാവരും ചിരിച്ചു, ആർത്തട്ടഹസിച്ചു, കൈകൊട്ടി എനിക്ക് വേണ്ട പ്രോത്സാഹനം തന്നു. പക്ഷെ അങ്ങേയറ്റത്തായിട്ട് എൻ്റെ ഒരു ഗുരു ഇരിപ്പുണ്ട്. ആ ഗുരുവിൻ്റെ മുഖം ചിരിക്കുന്നില്ല. എന്തോ ഒരു കുറവുണ്ടായത് കൊണ്ടായിരിക്കാം ഗുരു ഇവിടെ ചിരിക്കാത്തത്. തീർച്ചയായിട്ടും ഇവിടെയും ഈ ജനം മുഴുവനും നമ്മളെ ആർത്തു പാടും, ഭംഗിയായ നിലയിൽ നല്ലതെന്നൊക്കെ പറയും. പക്ഷേ വിധിക്കുന്ന ഒരുത്തൻ മുകളിലിരിപ്പുണ്ട്, അവൻ നമ്മുടെ പ്രവൃത്തി കാണുന്നുണ്ട് എന്നുള്ളതായ ബോധം നമുക്കുണ്ടാകണം. അവിടെ ശ്രേഷ്ഠനായിരിക്കുന്ന ഒരു ഗുരു നമുക്ക് മുകളിലുണ്ട് എന്നുള്ളതായ ബോധമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഭൂമിയിലെ നമുക്ക് തന്നിരിക്കുന്ന അരങ്ങേറ്റമുണ്ട്. കുടുംബജീവിതം ഒരു അരങ്ങേറ്റമാണ്, ചെറുപ്പക്കാരുടെ ജീവിതം ഒരു അരങ്ങേറ്റമാണ്, കുട്ടികളുടെ ജീവിതം ഒരു അരങ്ങേറ്റമാണ്. നമ്മുടേതായ പ്രായത്തിന്റെ അനുഭവത്തിലുള്ളതായ ഓരോരോ പ്രായത്തിലുള്ളതും ദൈവം തന്നിരിക്കുന്നതായ ഒരു അവസരമാണ്. ഇത് ഭംഗിയായ നിലയിൽ ഈ ഭൂമിയിലെ സ്റ്റേജാകുന്ന ആ അനുഭവത്തിൽ നിന്നുകൊണ്ട് അരങ്ങേറണമെന്നുള്ളതാണ് ഈ സമയത്ത് ഞാൻ ഓർപ്പിക്കുന്നത്. അതുകൊണ്ട് ദൈവം തന്നിരിക്കുന്നതായ ഈ സമയം നമുക്ക്, അതുകൊണ്ടാണ് പറയുന്നത്, നിന്നെ ഞാൻ തൂക്കി നോക്കുന്ന യഹോവ, അവിടുന്ന് ന്യായവിധിക്കുന്നതായ ഒരു യഹോവ ദൈവം നമ്മുടെ മുകളിലുണ്ട്. അവന്റെ മുഖം ചിരിക്കുകയാണെങ്കിൽ, പലപ്പോഴും നമ്മൾ യേശുദമ്പുരാന്റെ ഫോട്ടോയിലേക്ക് കടന്നു വന്നിട്ട് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ യേശുവിനോട്, നീ എന്താ ഇന്ന് എന്നോട് ചിരിക്കാത്തത്, നിന്റെ മുഖം ഒന്ന് പ്രസന്നമായി കാണുന്നില്ലല്ലോ എന്നൊക്കെ നമ്മുടെ മാനസികമായ തലമാണ്. അവിടെ നിന്നുകൊണ്ട് നമ്മൾ അങ്ങനെ പറയാറുണ്ട്. പക്ഷെ ചില സമയത്ത് യേശുദമ്പുരാൻ ചിരിച്ച് നമ്മുടെ മുഖത്തേക്ക് നമ്മൾ നോക്കാറുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ സന്തോഷത്തോടെ ഇറങ്ങി പോകാറുമുണ്ട്. പരിശുദ്ധ പരിമളത്തിനുവേണ്ട മുഖത്തെ ആ ചിത്രത്തിൽ നമ്മൾ വന്ന് നോക്കുമ്പോൾ തിരുമേനി ചിരിക്കാത്ത ദിവസങ്ങളുണ്ട്, ചിരിക്കുന്ന ദിവസങ്ങളുമുണ്ട്. അപ്പൊ നമുക്ക് സന്തോഷം, ചിരിക്കുന്ന ദിവസമാണെങ്കിൽ നമുക്ക് സന്തോഷമാണ്. ഞാൻ പറഞ്ഞതിന്റെ ആത്യന്തികമായിരിക്കുന്ന അനുഭവം എന്ന് പറയുന്നത്, ഈ ലോകം മുഴുവനും നമ്മളെ അവിടുന്ന് വേണ്ട നിലയിൽ പ്രോത്സാഹിപ്പിച്ചാലും ഉയരത്തിലുള്ളവൻ അത് സന്തോഷിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ലോകത്തിലെ പ്രോത്സാഹനം വ്യർത്ഥമാണ് എന്നുള്ളത് ഈ സമയത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ ചെറുപ്പക്കാരൻ്റെ അനുഭവത്തിലൂടെ. അപ്പോൾ ഈ ചെറുപ്പക്കാരന് എല്ലാ ഗുണവുമുണ്ട്,
എല്ലാ ധനവുമുണ്ട്, മാനവുമുണ്ട്. എന്നാൽ ജീവിതത്തിൽ എന്താണ് നിത്യജീവനെ കുറിച്ചുള്ളതായ ഒരു വലിയ ബോധ്യമാണ് അവനെ അലട്ടിയത്. അത് കർത്താവിൻ്റെ അടുക്കലേക്ക് കടന്നു വന്നപ്പോൾ അവനെല്ലാം കേട്ടു, പക്ഷേ പ്രാവർത്തികമാക്കുവാൻ അവന് വളരെയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ട് അവൻ പിൻവാങ്ങിപ്പോയി എന്നുള്ളത് കാണുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്, ഞാനും നിങ്ങളെയും പോലെ എല്ലാം ശ്രവിക്കും, എല്ലാം കേൾക്കും, പക്ഷെ ഈ ചെവിയിലൂടെ കേട്ട് ഈ ചെവിയിലൂടെ പുറത്തേക്ക് കളയുന്നതായ ഒരു അനുഭവം കൂടിയാണ്. അതുകൊണ്ട് എന്താണ്? ഹൃദയത്തിൽ സംഗ്രഹിക്കണം. ഇവിടെ ബ്ലോക്കിനെ മാറ്റണം. എല്ലാം തലയിൽ ഉണ്ട്, പക്ഷേ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. എവിടോ നമുക്കൊരു ബ്ലോക്ക് ഉണ്ട്, ആ ബ്ലോക്ക് മാറ്റണം. എന്താണ് ബ്ലോക്ക് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ എല്ലാം തലയിലുണ്ട്, പക്ഷേ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങണം. അതിന് നീ കേട്ടാൽ മാത്രം പോരാ, നീ ആ നിന്റെ കേൾവി കൊണ്ട് മാത്രമല്ല, പിന്നെയോ നീ അത് ശ്രവിക്കണം. എന്ന് പറഞ്ഞാൽ അർത്ഥം പ്രാവർത്തികമാക്കണമെന്നുള്ളതാണ്. ഓർക്കുക, നിയമം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അറിയാമല്ലോ, ട്രാഫിക് നിയമങ്ങളെല്ലാം നമുക്കറിയാം. പക്ഷേ ട്രാഫിക് റൂൾസ് എത്രയാണ് നമ്മൾ പാലിക്കുന്നത്? ഓരോരുത്തരുടെയും നിലയിൽ നിന്നുകൊണ്ട് വാഹനം ഓടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒന്നാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിയമങ്ങൾ അറിയാം, സഭാ നിയമങ്ങൾ അറിയാം, വേദപുസ്തകം അറിയാം, പക്ഷേ മനുഷ്യനെ അറിയാൻ വയ്യ, അല്ലേ? സഭയുടെ ഉന്നത നേതാക്കന്മാരെ അറിയാം, പക്ഷേ പിതാക്കന്മാരെ അറിയാം, പക്ഷേ സ്വന്തം സഹോദരനെ അറിയാൻ വയ്യാത്ത ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. നല്ല പ്രസംഗമാണ്, പക്ഷെ പ്രവൃത്തിയില്ല. ഇവരെ നോക്കിയാണ് കർത്താവ് തമ്പുരാൻ പറഞ്ഞത്, ഹാ കഷ്ടം വെള്ള ജയിച്ച ശവക്കല്ലറകളെ. വ്യക്തമായി നമുക്ക് ചില കാര്യങ്ങൾ ഈ ലോക ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുണ്ട്. തീർച്ചയായിട്ടും വലിയ സംസാരമൊന്നുമില്ലെങ്കിലും പ്രവർത്തനമാണ് ഇന്നത്തെ ലോകത്തിന്റെ ഏറ്റവും വലിയ ഒരു ശ്രവണം എന്നുള്ള സമയത്ത് ഓർപ്പിച്ചു കൊള്ളട്ടെ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാം ഉണ്ട്. ദൈവമേ എനിക്ക് നന്നാവണം. ഓരോ വിശുദ്ധ കുർബാന കഴിയുമ്പോഴും നമ്മൾ ഓരോ പ്രതിജ്ഞയെടുത്താണ് നമ്മൾ വീട്ടിലോട്ട് പോകുന്നത്. ഇന്നെൻ്റെ വീട്ടിൽ പ്രാർത്ഥന ഉണ്ടാകണം, ഇന്നെൻ്റെ വീട്ടിൽ നല്ലതായിട്ട് സംസാരിക്കണം, ഭർത്താവും ഭാര്യയുമായിട്ട് സംസാരിക്കണം, അല്ലെ കുഞ്ഞുങ്ങളുമായിട്ട് സംസാരിക്കണം, അവൻ്റെ കുറവുകളില്ലേ തെറ്റുകളില്ലേ സാരമില്ല എന്നൊക്കെ പറഞ്ഞ് ആണ് പുറത്തു പോകുന്നത്. കാലം ചെയ്ത പൗലോസ് മാർ ഗ്രിഗോറിയോസിനെ പറയും, നമ്മൾ വിശുദ്ധ കുർബാന കഴിഞ്ഞ് പുറത്തേക്ക് പോകുമ്പോൾ ഒരു കൊച്ചു ക്രിസ്തുക്കളായിട്ടാണ് നമ്മൾ മുന്നോട്ട് പള്ളി കഴിഞ്ഞിട്ട് പോകുന്നത്. സത്യമാണത്. എ ലിറ്റിൽ ക്രൈസ്റ്റ്, ഒരു കൊച്ചു ക്രിസ്തുവായിട്ടാണ് നമ്മൾ എല്ലാവരും പോകുന്നത്. പക്ഷേ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് എന്താണ്? അന്തരീക്ഷം മാറി, ഭാവം മാറി, രൂപം മാറി, വീണ്ടും പഴയ ഒരവസ്ഥയിലേക്ക് വരുന്നു എന്നുള്ളതാകുന്നു. അതുകൊണ്ട് ഇത് ഞാൻ ഭംഗിയായ നിലയിൽ ഇവിടെ വെച്ച് എടുത്ത പ്രതിജ്ഞ നിറവേറ്റുമെന്നുള്ളതാണ്. എന്ത് ത്യാഗം സഹിക്കാൻ തക്കോണോടെയായി തീരണം, എങ്കിൽ മാത്രമേ അത് പ്രാവർത്തികമാക്കുവാൻ തക്കൊണ്ട് സാധിക്കുകയുള്ളൂ. ത്യാഗമുണ്ടെങ്കിൽ, ജീവിതം ത്യാഗമാണ്, ആ ത്യാഗമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കുവാൻ തക്കൊണ്ട് സാധിക്കുകയുള്ളൂ. ഇവിടെ ഈ ചെറുപ്പക്കാരനെ സംബന്ധിച്ച് പറയുമ്പോൾ ത്യാഗം സഹിക്കാൻ തക്കൊണ്ട് ഈ ചെറുപ്പക്കാരൻ അവിടുന്ന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. സഹനമുണ്ട്, ത്യാഗമുണ്ട്. ജീവിതം എന്ന് പറയുമ്പോൾ ത്യാഗവും സഹനവുമാണ്. ആത്മീയ ജീവിതത്തിന്റെ അനുഭവം അത് തന്നെയാണ്, ത്യാഗവും സഹനവുമാണ്. എങ്കിൽ മാത്രമേ ആത്മീയ ജീവിതം ഭംഗിയായി കൊണ്ടുപോകാൻ തക്കൊണ്ട് സാധിക്കുകയുള്ളൂ. ഇവിടെ ഈ ചെറുപ്പക്കാരന് പറ്റിയ ഒന്നാമത്തെ പരാജയം, നിരാശയ്ക്ക് കാരണമായത്, ജീവിതത്തിൽ പിൻവാങ്ങിപ്പോയത് എന്താണെന്ന് ചോദിച്ചാൽ, കേൾവി കേട്ടു പക്ഷേ ശ്രദ്ധിച്ചില്ല. നമ്മൾ പലപ്പോഴും പറയണം, ഞാൻ കേട്ടായിരുന്നു പക്ഷെ അത്രയൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇതാണ് ഈ സംഭവം എന്ന് പറയുന്നത്. എല്ലാം തലയിലുണ്ട്, പക്ഷെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങിയില്ല എന്നുള്ളതാണ് ഈ ചെറുപ്പക്കാരൻ്റെ ഒന്നാമത്തെ പരാജയത്തിൻ്റെ കാരണമെന്നുള്ളത്. രണ്ടാമത്തെ പരാജയത്തിൻ്റെ കാരണം എന്ന് പറയുന്നത്, ധനം എല്ലാത്തിൻ്റെയും പരിഹാരമാണെന്ന് ഈ ചെറുപ്പക്കാരൻ കരുതി. ധനം എല്ലാത്തിൻ്റെയും പരിഹാരമാണെന്ന് 22-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്. അവൻ വളരെ സമ്പത്തുള്ളവനാകൊണ്ട് ഈ വചനത്തെങ്കിൽ വിഷാദിച്ച് മടങ്ങിപ്പോയി, പിൻവാങ്ങിപ്പോയി എന്നുള്ളതും പറയുന്നുണ്ട്. പിൻവാങ്ങിപ്പോയി. അതെ, ഇന്നത്തെ അവസ്ഥ, മണി ഈസ് പവർ.
ഈ അടുത്ത കാലത്തായിട്ടൊരു പുസ്തകത്തിൽ നിന്ന് വായിച്ചത് APGയുടെ പുസ്തകത്തിൽ നിന്നാണ്. ഞാൻ കുറച്ചുകൂടെ ഒന്ന് അവസാനത്തെ വാചകവും തിരുത്തിയിട്ടുണ്ട്. മണി ഈസ് എ സ്മോൾ കോയിൻ, ഹെൽത്ത് ഈസ് എ ബിഗ് കോയിൻ, ലവ് ഈസ് എ ലക്കി കോയിൻ, റിലേഷൻഷിപ്പ് ഈസ് എ സ്വീറ്റ് കോയിൻ. ബട്ട് ഞാൻ അവിടെയാണ് തിരുത്തിയത്. ഗോഡ്സ് റിലേഷൻഷിപ്പ് ഈസ് എ ഗോൾഡ് കോയിൻ. ഗോഡ്സ് റിലേഷൻഷിപ്പ് ഈസ് എ ഗോൾഡ് കോയിൻ. ഇവിടെ 1 തീമോഥെയോസ് 6:10 കാണുന്നുണ്ട്, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലഹേതുവല്ലോ. ഇത് കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടകന്ന് ബഹുദൂരത്തേക്ക് ആയിത്തീർന്നിരിക്കുന്ന ആളുകളെ കുറിച്ച് പരിശുദ്ധനായ പൗലോസ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇന്നത്തെ അവസ്ഥ മനുഷ്യരെല്ലാം വിചാരിക്കുന്നറിയാമോ? ധനമാണ് എല്ലാം എല്ലാം എന്നുള്ളത് കരുതി. പക്ഷേ ധനം സമ്പാദിക്കുമ്പോൾ ദുഃഖം, ആർജിക്കുമ്പോൾ ദുഃഖം, ലഭിക്കുമ്പോൾ ദുഃഖം എന്നുള്ളതൊക്കെയാണ് അവിടെ നമുക്ക് കാണുവാൻ തക്കൊണ്ട് സാധിക്കേണ്ടത്. അപ്പോൾ വിശുദ്ധ വേദപുസ്തകം ഇവിടെ നമ്മെ ഓർപ്പിക്കുന്നത് ധനവാനായ മനുഷ്യന്റെ അനുഭവം നമുക്കറിയാമല്ലോ. എല്ലാം കൂട്ടിവെച്ചു. കർത്താവിനോട് ചോദിച്ചുണ്ട്, മൂഢ, ഇന്ന് ഈ രാത്രിയിൽ നിന്റെ ജീവനെ ചോദിച്ചാൽ നീ കൂട്ടിവെച്ചിരിക്കുന്നത് ആർക്കാണ് എന്നുള്ളത് ഈ സമയത്ത് നമ്മൾ അവിടെ ഓർക്കേണ്ടതാണ്. ഭൂമിയിലെ മനുഷ്യനെ ഏറ്റവും മോഹിപ്പിക്കുന്നത് എന്താണെന്നുള്ളത് ചോദ്യത്തിന് ഉള്ള ഉത്തരം എന്ന് പറയേണ്ടത് ഒന്ന് മാത്രമാണ്, ധനമാണെന്നുള്ളതാണ്. സമ്പത്തിന് മുന്നിൽ എന്താണ്? രക്തബന്ധങ്ങൾക്കും സ്നേഹബന്ധങ്ങൾക്കും അവിടെ സ്ഥാനമില്ല. എല്ലാം അവിടെ വിസ്മരിക്കപ്പെടുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. എന്നിരുന്നാലും ഈയാമ്പാറ്റകളെ പോലെ പൊള്ളുമെന്നറിഞ്ഞിട്ടും ഈയാമ്പാറ്റ കണക്ക് നമ്മൾ അതിലേക്ക് പറന്നെടുക്കുകയാണ്. പണമില്ലാതെ ജീവിക്കാനാവില്ല, സത്യമാണ്. എന്നാൽ പക്ഷേ അത് ജീവിതത്തിന്റെ അടിസ്ഥാനമാകരുത്. അവിടെയാണ് നാം പാടുന്നത് യേശു എന്നടിസ്ഥാനം ആശയവനിലത്രേ, യേശു എന്നടിസ്ഥാനം ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. അതേ ജീവിതത്തിന്റെ അടിസ്ഥാനമാകരുത്. അടിസ്ഥാനം യേശുവാണ്. അടിസ്ഥാനം യേശുവാണ്. യേശുവിന്മേലാണ് ഇവയെല്ലാം അവിടുന്ന് പണിഞ്ഞിരിക്കുന്നത്. പരിശുദ്ധ സഭയായിരുന്നാലും, നമ്മുടെ കുടുംബജീവിതമായിരുന്നാലും, നമ്മുടെ വ്യക്തി ജീവിതമായിരുന്നാലും യേശുവിനെ അടിസ്ഥാനമാക്കിയാണ് നാം എല്ലാം അവിടുന്ന് പടുത്തുയർത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് സ്ത്രീകന്മാരുടെ മേലാലും പ്രവാചകന്മാരാലും അടിസ്ഥാനമിട്ടിരിക്കുന്നതാണ് എന്ത്? സഭ. ഇവിടെ ഈ ചെറുപ്പക്കാരനായിരിക്കുന്ന മനുഷ്യന്റെ പരാജയത്തിന്റെ കാരണം ധനമാണ് എല്ലാം എല്ലാം എന്ന് കരുതി. നോക്കണം, കാശുണ്ടെങ്കിൽ എത്ര സ്വാദിഷ്ടമായിരിക്കുന്ന ഭക്ഷണവും വാങ്ങാം. പക്ഷേ വിശപ്പ് വാങ്ങുവാൻ കഴിയുമോ? വില കൂടിയ മെത്ത വാങ്ങാം, പക്ഷേ ഉറക്കം വരുമോ? ഉറക്കം വാങ്ങുവാൻ കഴിയുമോ? വലിയ വീട് പണിയാം, സന്തുഷ്ടമായിരിക്കുന്ന കുടുംബജീവിതം നമുക്ക് അവിടെ സാധ്യമാക്കുവാൻ സാധിക്കുമോ? അങ്ങനെ സാധ്യമാകണമെങ്കിൽ യേശു എൻ്റെ അടിസ്ഥാനമാകണം. ഇവിടെയാണ് പാട്ടുകാരൻ നമ്മൾ നേരത്തെ പാടിയതുപോലെ പാടിയത്, യേശു എൻ്റെ അടിസ്ഥാനം എന്നുള്ളതാണ്. അതെ, സുഖമായി ജീവിക്കുവാനുള്ളതായ മോഹം കൊണ്ടാണ് ഒരാൾ സമ്പന്നനാകുന്നത്. എന്നാൽ അത് മരണത്തിലേക്ക് കൂപ്പുകുത്തുന്ന ഓരോ അനുഭവങ്ങളാണ് ഈ ലോക ചരിത്രത്തിൽ നാം കാണുന്നത്. യേശുവിനെ മുൻനിർത്തിയാണ് ജീവിക്കുന്നതെങ്കിൽ എല്ലാം അവിടുന്ന് സാധ്യമാകും, അനുഗ്രഹമായി തീരും എന്നുള്ളതാണ് ഓർക്കുക. അതുകൊണ്ടാണ് ഈ ലോക ജീവിതത്തിൽ കർത്താവ് പറഞ്ഞ അനീതിയുള്ള മാമോനെ കൊണ്ട് നിങ്ങൾ സുഹൃത്തുക്കളെ സമ്പാദിക്കും. എന്താണ് നമുക്ക് തന്നിരിക്കുന്ന കഴിവ്, അധികാരം, മിടുക്ക്, ഇതെല്ലാം എന്താണ്? മനുഷ്യന് ഉപയോഗപ്രദമാക്കി തീർക്കണം. നമുക്ക് തന്നെ ആകുമ്പോഴാണ് അത് അനീതിയുള്ള അനുഭവമായി മാറുന്നത്. മറ്റുള്ളവർക്ക് ഉപകാരവും നന്മയും ചെയ്യുന്ന ഒരു വലിയ അനുഭവമാണെങ്കിൽ തീർച്ചയായിട്ടും
അനീതിയുള്ള മാമോനെ കൊണ്ട് സുഹൃത്തുക്കളെ സമ്പാദിക്കാൻ തൊക്കെ സാധിക്കും. ഇത് അനീതിയുള്ളതായ ഒരു അനുഭവമാണ്. ഈ ലോകത്തിലെ സ്ഥാനം, മാനം, പ്രഭ, ധനം ഇവയെല്ലാം അനീതിയാണ്. പക്ഷേ അതുകൊണ്ട് മനുഷ്യർക്ക് ഉപയോഗപ്രദമായിരിക്കുന്ന അനുഭവമാണെങ്കിൽ ശരിയായിട്ടും ഈ ലോക ജീവിതത്തിൽ നീ സുഹൃത്തുക്കളെ സമ്പാദിപ്പാൻ തക്കവണ്ണം സാധിക്കുമെന്നുള്ളത് ഇവിടെ നമ്മെ ഓർപ്പെടുത്തുകയാണ്. ഓർക്കുക, നമ്മളെ താങ്ങുവാൻ നമ്മൾ മാത്രമാണ് എന്നാണ് ചിന്തിക്കുന്നത്. ഇവിടെയാണ് വേറൊരു ഭാഗം ഞാൻ വായിച്ചപ്പോൾ, ഒന്ന് വീണുപോയാൽ എഴുന്നേൽപ്പിക്കുവാൻ നാം കരുതി വെച്ച സമ്പത്തിന് ആവില്ല. അതിനൊരു കൈത്താങ്ങ് തന്നെ വേണം. ഓർക്കുക, സമ്പത്തിനേക്കാൾ മൂല്യം മനുഷ്യബന്ധങ്ങളാണ്. ഇവിടെ ഞാൻ ഒന്നുകൂടെ കൂട്ടിച്ചേർക്കുന്നുണ്ട്, ദൈവബന്ധമാണ് നമ്മളെ എഴുന്നേൽപ്പിക്കേണ്ടത്. ധനമല്ല, ഒന്നുമല്ല എന്നുള്ളത് ഇവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ ഈ ചെറുപ്പക്കാരൻ്റെ ബലമെന്ന് പറയുന്നത് അവന്റെ ധനമായിരുന്നു. പക്ഷെ ബലമായിരുന്നു, അവന്റെ ധനമായിരുന്നു എല്ലാം അവന്റെ ബലഹീനതയും. നമുക്ക് ബലമെന്ന് കരുതുന്ന പലതും നമുക്ക് എന്താ ബലഹീനതയാ. നമ്മുടെ മക്കൾ നമ്മുടെ ബലമായിട്ടാണ് നമ്മൾ കരുതുന്നത്. നമ്മുടെ ധനം നമ്മുടെ ബലമായിട്ടാണ് നമ്മൾ കരുതുന്നത്. നമ്മുടെ ആരോഗ്യം നമ്മൾ ബലമായിട്ടാണ് കരുതുന്നത്. പക്ഷെ നമ്മുടെ ബലഹീനത അത് ഒന്നിനും ഉപകരിക്കില്ല. അവസാനം നീ ദൈവത്തിലുള്ള ആശ്രയമുണ്ടോ, എല്ലാം അവിടുന്ന് നിനക്ക് അനുഗ്രഹമായി ഭവിക്കും. എന്ന മക്കളായിരുന്നാലും സമ്പത്തായിരുന്നാലും ജീവിതത്തിന്റെ സ്ഥാനമായിരുന്നാലും മാനമായിരുന്നാലും നിനക്ക് അനുഗ്രഹമായി ഭവിക്കുമെന്നുള്ളതാണ്. ഇവിടെ ഈ ചെറുപ്പക്കാരൻ്റെതായ ബലമെന്ന് പറയുന്ന ഒരു ധനമായിരുന്നു. അതവൻ്റെ ഒരു വലിയ കുറവായിരുന്നുള്ളതാണ്. നാം നമ്മുടെ ബലമാണ് നമ്മുടെ ഏറ്റവും വലിയ കുറവെന്ന് പറയുന്നത്. ധനവാനായ മനുഷ്യൻ ബലമെന്ന് കരുതിയ തൻ്റെ ധനം തൻ്റെ ആന്തരികമായിരിക്കുന്ന യാത്രയ്ക്ക് തടസ്സമായി മാറി എന്നുള്ളതാണ്. തൻ്റെ ആന്തരികമായ യാത്രയ്ക്ക് തടസ്സമായി എന്നുള്ളതാണ്. പലപ്പോഴും നമുക്ക് തടസ്സമായി നിൽക്കുന്നത് നമ്മുടേതായ ചില ബലമുള്ളതായ ചില അവസ്ഥകളാണ്. ഇത് നമ്മുടെ ആത്മീകമായ കാര്യങ്ങൾക്ക് ഉപകരിക്കപ്പെടുകയില്ല. ആന്തരികമായിരിക്കുന്ന കാര്യങ്ങൾക്ക് ഉപകരിക്കപ്പെടുകയില്ല. അത് നമ്മുടെ ബാഹ്യമായ കാര്യങ്ങൾക്ക് മാത്രമേ ഉപയോഗമാവുകയുള്ളൂ. നമ്മുടെ കൈവശമുള്ള നാണയത്തിന് നമ്മളെ സഹായിക്കാൻ തക്കവണ്ണം കഴിയുകയില്ല. എല്ലാത്തിനും സാമ്പിൾ എന്താണ്? കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. എന്ത് ഈ ടാക്സ് കളക്ട് ചെയ്യുന്ന ആള് വന്ന് പത്രോസിനോട് ചോദിച്ചു, പത്രോസ്, നിന്റെ ഗുരു ടാക്സ് തരുന്നില്ലേ? തരുമല്ലോ. കർത്താവ് അവിടെ വന്ന് ഒരു യോഗത്തിൽ സംസാരിച്ചപ്പോൾ പത്രോസിനെ വിളിച്ചു പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യാ, നിങ്ങൾ സംസാരിച്ചത് ഞാൻ അറിഞ്ഞു, നീ ഒരു കാര്യം ചെയ്യാ, നീ അവിടുന്ന് ആ കടൽ തീരത്ത് പോയി നിന്നുകൊണ്ട് ചൂണ്ടലിട്ട് ആദ്യം കിട്ടുന്ന മത്സ്യത്തിന്റെ വായ പിളർന്ന് നോക്കുക. അത് പിളർന്നിട്ട് ആ നാണയമെടുത്ത് എനിക്കും നിനക്കും വേണ്ടി ടാക്സ് കൊടുക്കുക. സാമ്പിളിന് ഒരു നാണയം പോലും കൈവശമില്ലാത്ത കർത്താവ് എന്തുമാത്രം നമുക്ക് ഒരു വലിയ ഉദാഹരണമാണെന്നുള്ളത് ഓർക്കുക. നമ്മുടെ കൈവശം ശരിക്കും ധനമുണ്ട്, പക്ഷെ നമുക്കൊന്നിനും ഉപയോഗപ്പെടുത്തില്ല. എന്നാൽ എല്ലാത്തിനും സാമ്പിൾ, എല്ലാത്തിനും ഉദാഹരണം കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. നമ്മുടെ കൈവശമുള്ള ഈ ലോകത്തിലെ നാണയത്തിന് നമ്മുടെ ആത്മീയ യാത്രയ്ക്ക് ഉപകരിക്കുകയില്ല. എന്നാൽ ഉള്ളു നിറയെ ക്രിസ്തു ഉണ്ടെങ്കിൽ എല്ലാത്തിനും പരിഹാരമാണ്. ഉള്ളു നിറയെ ക്രിസ്തു ഉണ്ടെങ്കിൽ എല്ലാറ്റിനും പരിഹാരമാണ്. ക്രിസ്തു ഇല്ലാത്തിടത്തോളം കാലം നമുക്കൊന്നിനും പരിഹാരമില്ല. എല്ലാത്തിനും അവൻ പരിഹാരകനാകുന്നു എന്നുള്ളതാകുന്നു. ഈ മനുഷ്യന്റെ ചെറുപ്പക്കാരനായിരിക്കുന്ന മനുഷ്യൻ കർത്താവിന്റെ അടുക്കിലേക്ക് ഓടി വന്ന് മുട്ടുകുത്തി, ഇതാ അവൻ ചോദിക്കുന്ന ചോദ്യം, കർത്താവിന് ഉത്തരം പറയുന്നുണ്ട്. ആ ഉത്തരത്തിൽ, ആ ഒരു അനുഭവത്തിൽ അവനും മറുപടി പറയുന്നുണ്ട്. നിരാശപ്പെട്ടു പോയതിന്റെ ഒന്നാമത്തെ കാരണം കേൾവിയുണ്ട്, പക്ഷേ ശ്രദ്ധിച്ചില്ല. രണ്ടാമത്തെ കാരണം ധനമാണ് എല്ലാം എന്ന് അവൻ കരുതി എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ലോക ജീവിതത്തിൽ നമ്മളെ സംബന്ധിച്ച് പറയാനുള്ളത് മിതത്വം പാലിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരണം. കൾച്ചർ ഓഫ് സിംപിൾസിറ്റി, കൾച്ചർ ഓഫ് ഹംബിൾസിറ്റി, ഇതാണ് നമ്മുടെ ജീവിതത്തിന്റെ ആർഭാട ജീവിതങ്ങൾ. ഓർക്കുക, അത് കല്യാണമായിരുന്നാലും മറ്റുള്ള ഏതെല്ലാം ചടങ്ങുകളായിരുന്നാലും ശരി, എത്രമാത്രം ആർഭാടത്തിൽ അവിടുന്ന് കഴിക്കാമോ അത്രമാത്രം ആർഭാടങ്ങളാണെന്ന് മനുഷ്യ ജീവിതത്തിൽ. ഇത് മനുഷ്യനെ കൊന്നുകൊണ്ടിരിക്കുകയാണ്, മാനവജാതിയെ കൊന്നുകൊണ്ടിരിക്കുകയാണ്, രാജ്യത്തെ മുടിച്ചുകൊണ്ടിരിക്കുകയാണ്.
അതുകൊണ്ട് ഇവിടെ കർത്താവ് പറയേണ്ടത് സിംപിൾസിറ്റി ആൻഡ് ഹംബിൾ ആൻഡ് സിമ്പിൾ ലൈഫ് നയിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ കർത്താവിനെ പ്രാപിക്കുവാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ധനവാനോട് പറഞ്ഞത്, ഞാൻ നേരത്തെ പറഞ്ഞത്, നിന്റെ ധനമെല്ലാം നീ കൂട്ടിവെച്ചു, ഇന്ന് രാത്രി നിന്റെ ജീവനെ ചോദിച്ചാൽ ഈ കൂട്ടിവെച്ചിരിക്കുന്നത് ആർക്കാണെന്നുള്ളത് ഇവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ രണ്ടാമതായിട്ട് ഈ ചെറുപ്പക്കാരനെ നിരാശയിലേക്ക് ആഴ്ത്തിയത് അവന്റെ കൈവശമുള്ള, അവന്റെ ബലമെന്ന് കരുതിയ, അവന്റെ യശസ്സെന്ന് കരുതിയ, അവന്റെ കീർത്തി എന്ന് കരുതിയ ധനമായിരുന്നു എന്നുള്ളത് ഇവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് എന്റെ സമ്പത്തൊന്നു ചൊല്ലുവാൻ വേറെയില്ലെന്ന്, യേശു മാത്രം സമ്പത്താകുന്നു. എന്റെ സമ്പത്തൊന്നു ചൊല്ലുവാൻ വേറെയില്ലെന്ന്, യേശു മാത്രം സമ്പത്താകുന്നു. യേശു സമ്പത്തുണ്ടെങ്കിൽ എല്ലാമുണ്ട്. ലിയോ ടോൾസ്റ്റോയുടെ കേട്ട് പതിഞ്ഞ ഒരു കഥ എൻ്റെ മനസ്സിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ധനാട്യനായിരിക്കുന്ന മനുഷ്യൻ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, എങ്കിലും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, കുറച്ചു പേരെങ്കിലും കേൾക്കട്ടെ. ധനാട്യനായിരിക്കുന്ന മനുഷ്യൻ അവൻ്റെ അടുക്കലുള്ളതായ ഒരു ആളിനെ വിളിച്ചു പറഞ്ഞു, പ്രയാസം അനുഭവിക്കുന്ന ഒരു മനുഷ്യനെ വിളിച്ചു പറഞ്ഞു, നീ എത്രത്തോളം ഓടുന്നോ അത്രത്തോളം നിനക്ക് ധനം തിരികെ വന്ന് തരുമ്പോൾ അത്രത്തോളം ഉള്ള ധനം ഞാൻ നിനക്ക് തരാം. ഈ മനുഷ്യൻ രാവിലെ ഇറങ്ങി, ആരോടും സംസാരിക്കാതെ ഇറങ്ങി, അയലത്തുകാരോടോ ബന്ധുമിത്രാദികളോടോ മറ്റുള്ള സുഹൃത്തുക്കളോടോ ഒന്നും സംസാരിക്കാതെ ഇറങ്ങി ഓടി തിരികെ വന്നു. ഏകദേശം ഈ ധനവാന്റെ അടുക്കിലേക്ക് എത്തുന്നതിന് മുമ്പ് കിതച്ച് ഈ പ്രാണൻ വിട്ടു. അപ്പോൾ ഈ അടുത്ത് നിന്ന അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ചോദിക്കുകയാണ്, നീ ഒരു ഉത്തരം പറഞ്ഞു, നീ ഒരു വാക്ക് പറഞ്ഞായിരുന്നല്ലോ, ഈ മനുഷ്യന് എത്ര ഓടുന്നു അത്രയും ധനം കൊടുക്കാമെന്ന്. എന്തിന്? അവനതിന് പ്രാപ്യനല്ലല്ലോ, ഈ ലോകം വിട്ടു പോയില്ലേ. ഇതാണ് മനുഷ്യൻ ഇത്രയേ ഉള്ളൂ അവസ്ഥ എന്ന് പറയുന്നത്. മൂന്നാമത് ഈ ചെറുപ്പക്കാരന്റെ നിരാശയ്ക്ക് ആയിത്തീർന്ന കാരണം, മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് മാറ്റത്തിന് വിധേയപ്പെട്ടില്ല, സമയം തക്കത്തിൽ വിനിയോഗിച്ചതുമില്ല. മാറ്റത്തിന് വിധേയപ്പെട്ടതുമില്ല, സമയം തക്കത്തിൽ വിനിയോഗിച്ചതുമില്ല. ഓർക്കണം, ആരാണ് അവന്റെ മുന്നിൽ നിന്നത്? വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ടായിരുന്നു പുള്ളിക്ക്. എന്താണ്? നല്ലവനായ ഗുരുവായിരുന്നു അത്, നിത്യജീവനെ നൽകുന്നവനായിരുന്നു ഇത്. അപ്പോൾ വളരെ ലാഘവത്തോടു കൂടി അത് കേട്ടിട്ട് തൻ്റെ ജീവിതത്തിന്റെ ബലമാണെല്ലാം, തൻ്റെതായ ബലമായി കരുതിയിരുന്ന ധനമാണെല്ലാം എന്ന് കരുതി. പക്ഷേ സമയം തക്കത്തിൽ അവിടെ വിനിയോഗിച്ചില്ല എന്നുള്ളതാണ് ഈ പരാജയത്തിന്റെ മൂന്നാമത്തെ കാരണമെന്ന് പറയുന്നത്. മാറ്റത്തിന് വിധേയപ്പെട്ടതുമില്ല, സമയം തക്കത്തിൽ വിനിയോഗിച്ചതുമില്ല. ഇവിടെ മാറ്റം എല്ലാവർക്കും അനിവാര്യമാണ്, എല്ലാ മനുഷ്യനും ആവശ്യമായിരിക്കുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞകാല ജീവിതത്തിൽ നിന്നൊരു മാറ്റം നമ്മുടെ ജീവിതത്തിന് ആവശ്യമായിരിക്കുന്ന ഒന്നാണ്. എല്ലാ മാറ്റങ്ങൾക്കും വേദനയുണ്ട്, എല്ലാ മാറ്റത്തിനും വേദനയുണ്ട്. നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നിന്നൊരു മാറ്റം ആവശ്യമാണ്. നമ്മുടേതായ ഭൗതിക ജീവിതം എങ്ങനെയെങ്കിലും ജീവിച്ചു എന്നുള്ളതല്ല, ആ ജീവിതത്തിൽ നിന്നും ഒരു ആത്മീയ ജീവിതത്തിലേക്ക് ആയിത്തീരുമ്പോൾ ചില വേദനകൾ നമുക്കുണ്ട്. അതുകൊണ്ടാണ് രണ്ട് കല്ലുകൾ ഒരു ശില്പിയോട് പറഞ്ഞു. ആദ്യത്തെ കല്ല് പറഞ്ഞു, എന്നെ കൊത്തരുത്, എനിക്ക് വേദന എടുക്കും. രണ്ടാമത്തെ കല്ല് പറഞ്ഞു, എന്നെ കൊത്തിക്കോ, വേദന എടുത്താലും കുഴപ്പമില്ല. അതൊരു ശില്പമായി മാറി. അടുത്തുള്ള ആളുകൾ കടന്നു വന്നിക്കുകയും അതിന് വേണ്ടതായ ആ നിലയിൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ഓർക്കുക, ആദ്യത്തെ കല്ല് വിഷമിക്കുകയാണ്. അല്പം വേദന എടുത്തിരുന്നുവെങ്കിലും എന്നെ എല്ലാവരും ആദരിക്കുമായിരുന്നു. പക്ഷേ രണ്ടാമത്തെ കല്ല് പറഞ്ഞ വേദന എടുത്തു, പക്ഷെ എല്ലാവരും എന്നെ ആദരിച്ചു എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആദരവ് കിട്ടണമെങ്കിൽ, കർത്താവിൻ്റെ സന്നിധിയിലുള്ളതായ ആ ഒരു അനുഭവം ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും ചില വേദനകൾ നമുക്കുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പാടുന്ന പാട്ടിൽ നമ്മൾ മനസ്സിലാക്കണം, പലപ്പോഴും തെറ്റായിട്ടാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത്. വേണ്ട കഷ്ടത
വീൺ ചിന്തയുമടിയാറിനൊഴിക്ക. പലപ്പോഴും പാടുന്ന എന്താണ്? വേണ്ടാത്ത കഷ്ടതകളൊന്നും ഞങ്ങൾക്ക് തരുന്ന. അങ്ങനല്ല. വേണ്ട കഷ്ടത എന്നുള്ളതായ വീൺ ചിന്ത, അധമമായിരിക്കുന്ന ചിന്ത, ദുഷ്ടചിന്ത ഞങ്ങളിൽ നിന്നും നീക്കണമേ. അതുകൊണ്ട് നമ്മൾ പാടുന്ന കർത്താവെ കഷ്ടത തന്നാലും അവിടെ ദൈവമഹത്വത്തിനായി എന്നെ ഉപയോഗിക്കണമേ എന്നുള്ളതാണ്. ഇവിടെ ചെറുപ്പക്കാരനായിരിക്കുന്ന മനുഷ്യൻ കർത്താവിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നു, പക്ഷെ സമയം തക്കത്തിൽ വിനിയോഗിച്ചതുമില്ല. പിന്നെ എന്താണ്? മാറ്റത്തിന് വിധേയപ്പെട്ടതുമില്ല. അതുകൊണ്ടാണ് വീണ്ടും പാട്ടുകാരൻ പറയുന്നുണ്ട്, ജീവിതമെന്നും ശരിയായിട്ടില്ലയോ, ജീവിപ്പിക്കും കർത്തനെ വന്ന്, ജീവനും ശക്തിയും സ്നേഹവും തന്നെ ജീവിപ്പിച്ചിടണമേ. കർത്താവേ, ജീവിതത്തിൻ്റെ മാറ്റങ്ങൾക്കായി ഞാൻ വന്നു. എൻ്റെ സമ്പത്തല്ല, യേശു മാത്രമാണ് എൻ്റെ സമ്പത്തെന്ന് ചിന്തിച്ചുകൊണ്ട്, അതോടൊപ്പം തന്നെ ദൈവമേ, ഞാൻ അവിടുന്ന് കേട്ടാൽ മാത്രം പോരാ, അത് ജീവിതത്തിൽ പ്രാവർത്തികമായി തീർന്നുകൊണ്ട്, തലയിൽ മാത്രം ഇരുന്നാൽ പോരാ, അത് ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുവാൻ തക്കവണ്ണം ദൈവമേ ഇന്ന് ഈ ധ്യാനത്തിലൂടെ എന്നെ ഒരുക്കണമേ. ആ ചെറുപ്പക്കാരന് നിരാശനായി പോയെങ്കിൽ ഞാൻ പ്രത്യാശയോടെ ധൈര്യത്തോടുകൂടി ജീവിതം മുന്നോട്ട് നയിപ്പാൻ തക്കവണ്ണം എന്നെ സഹായിക്കണമേ എന്ന് ഈ ധ്യാനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ അവസരം തന്ന ബഹുമാനപ്പെട്ട മാനേജർ, പ്രിയപ്പെട്ട വന്യനായിരിക്കുന്ന പൊളറമ്പാച്ചനോടും അതുപോലെ മാത്തുക്കുട്ടി അച്ഛനോടും എല്ലാ അച്ഛന്മാരുള്ളതായ പ്രത്യേകമായിരിക്കുന്ന നന്ദിയും സ്നേഹവും ഈ സമയത്ത് ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു.